അമാനുഷിക ഉറുമ്പ് ശക്തി ലഭിച്ച സൂപ്പർ ഹീറോ ആയ ആൻബോയ് എന്ന കുട്ടിപ്പയ്യൻ അദൃശ്യമായ വില്ലത്തി പെണ്ണിന്റെയും ബാക്കി വില്ലന്മാരുടെയും അടപ്പ് തെറിപ്പിക്കുന്ന ഒരു സൂപ്പർ ഹിറ്റ് മൂവി ആൻബോയ്. ഈ കഥയൊന്ന് കേട്ടാലോ? സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ രണ്ട് കള്ളന്മാര് പ്രഷ്യസ് ആയിട്ടുള്ള ഒരു രത്നം മോഷ്ടിക്കാൻ ബാങ്കിലോട്ട് വന്നിരിക്കുകയാണ്. പെട്ടെന്നാണ് അവർക്ക് മുന്നിലേക്ക് ഉറുമ്പിന്റെ രൂപത്തിലുള്ള ഒരു കുട്ടിപ്പയ്യൻ വരുന്നത്. ഇവനാണ് നമ്മുടെ കഥയിലെ നായകനായ ആൻബോയ്. അവൻ ഈ രണ്ടെണ്ണത്തിനെയും പിടിച്ച് പമ്പിരി പഠിപ്പിച്ച് വെളിയിലോട്ട് വരുമ്പോൾ ഇവനെ വെയിറ്റ് ചെയ്ത് ഐഡ എന്ന അവന്റെ ഫ്രണ്ട് നിൽപ്പുണ്ടായിരുന്നു. നമ്മുടെ ആൻബോയുടെ യഥാർത്ഥ ഐഡന്റിറ്റി പെല്ലെന്നാണ് കേട്ടോ. അങ്ങനെ അവന്റെ ബാക്കി വസ്ത്രങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ച് ഇവളുടെ കൂടെ സിനിമ കണ്ട് വെളിയിലോട്ട് വന്ന് ഷോപ്പിങ്ങിന് പോവാൻ നിൽക്കുമ്പോൾ നമ്മുടെ പെൽ ഒരു ശബ്ദം കേട്ടു. അല്ലെങ്കിലും എന്തെങ്കിലും അപകടം എവിടെയെങ്കിലും ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്റെ ഫ്രണ്ട്സ് കൂടെ ഉണ്ടെന്ന് പോലും ഓർക്കാതെ പെൽ ആൻബോയ് ആയി രൂപം മാറി അവരെ രക്ഷപ്പെടുത്താനായിട്ട് പോകും. ഇത്തവണ മരിയ എന്നൊരു പെണ്ണിനെ ഐസ് സ്കേറ്റിംഗിന്റെ സ്ഥലത്ത് വെച്ച് 2-3 പയ്യന്മാര് ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആൻബോയ് അവിടേക്ക് വരുന്നത്. അങ്ങനെ ആ പയ്യന്മാരുമായിട്ട് നമ്മുടെ ആൻബോയ് അവിടെ തകൃതിയായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാരുടെ ഹോക്കി സ്റ്റിക്ക് ഒക്കെ തന്നെ മുറുക്ക് കടിക്കുന്ന കൂട്ടാണ് അവൻ കടിച്ചു മുറിക്കുന്നത്. അതിനുശേഷം അവൻ മരിയയുടെ അടുത്തോട്ട് വന്ന് വീണ് കിടക്കുന്ന അവളുടെ ഗ്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ മരിയ അവനോട് നന്ദി പറഞ്ഞു. കൂടെ തന്നെ നാളെയുള്ള പാർട്ടിയിലേക്ക് കൂടെ വരാമോ എന്നും ചോദിച്ചു. ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ഐഡ കേൾക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ മരിയ വീട്ടിലോട്ട് വരുമ്പോൾ അവളുടെ അച്ഛൻ ഒരു സയന്റിസ്റ്റ് ആണ്. പുള്ളിയുടെ പുതിയ കണ്ടുപിടുത്തം അവളെ ഇട്ട് കാണിച്ചു കൊടുക്കാണ്. ഒരു കോട്ട് ഇതിട്ട് കഴിഞ്ഞാൽ ഇൻവിസിബിൾ ആവും എന്ന് അച്ഛൻ പറഞ്ഞെങ്കിലും അത് നടക്കുന്നുണ്ടായിരുന്നില്ല. പിറ്റേന്ന് മുള്ളാൻ നിന്ന ആൻബോയ് ആകെ ഞെട്ടിപ്പോയി. കാരണം അവന്റെ മൂത്രത്തിൽ എന്തോ ഒരു ആസിഡിന്റെ അംശം ഉള്ളതുകൊണ്ട് ക്ലോസറ്റ് വരെ പൊട്ടിത്തെറിച്ചേക്കുന്നു. അവന്റെ ഫ്രണ്ടായ വിൽഹം ഇത് പറഞ്ഞപ്പോൾ അവനൊരു ക്യാപ്സ്യൂൾ കൊടുത്തു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ട്. എന്നിട്ട് അവൻ ഐഡയുടെ അടുത്ത് പോകുമ്പോൾ ഐഡ ക്രിസ്ത്യൻ എന്നൊരു പയ്യനോട് സംസാരിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. നീയും ആ മറ്റേ പെണ്ണും തമ്മിൽ സെറ്റിൽ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒന്നുമല്ല, ഞാൻ നിന്റെ കൂടെ ആ പാർട്ടിക്ക് വരുന്നതെന്നും പറഞ്ഞ് നമ്മുടെ പെൽ തിരിച്ചു പോവാണ് ചെയ്യുന്നത്. അങ്ങനെ അവൻ തിരിച്ച് വരുന്ന സമയത്ത് നമ്മുടെ മരിയ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവൻ എങ്ങാൻ ഇനി ഓക്കെ ആകുമോ, പാർട്ടിയിലേക്ക് വരുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട്. ഇവിടെ അവളുടെ അച്ഛൻ ഒരുപാട് തവണ ഈ ഒരു ഡ്രസ്സ് റെഡിയാക്കാൻ നോക്കിയിട്ടും അത് പറ്റുന്നുണ്ടായിരുന്നില്ല. മരിയ പാർട്ടിയിലോട്ട് വന്നു. അവിടെ വെച്ച് ഏതൊക്കെ പെൺപിള്ളേർ അവളെ ബുള്ളി ചെയ്തു. ആ സമയത്ത് നമ്മുടെ ഐഡ ക്രിസ്റ്റിന്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. പെല്ലും അവിടേക്ക് വന്നു. ആദ്യം ആൻബോയുടെ രൂപത്തിലാണെങ്കിലും പിന്നെ അവൻ പെല്ലായി തന്നെ മാറി. എന്നിട്ട് മരിയയുടെ അടുത്തോട്ട് മനഃപൂർവ്വം പോയില്ല. കാരണം ഐഡയെ അങ്ങനെ വിട്ട് കളയാനായിട്ട് അവന് പറ്റത്തില്ലല്ലോ. അങ്ങനെ ക്രിസ്ത്യൻ ഒഴിവാക്കി കുറച്ചു നേരം അവിടെ നിന്നു. മരിയോടൊന്ന് കണ്ട് സംസാരിക്കുക കൂടി ചെയ്യാതെ അവൻ തിരിച്ചു വന്നു. തന്നെ ഇങ്ങോട്ട് വരാമെന്നും പറഞ്ഞ് പറ്റിച്ച ആൻബോയോട് മരിയയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം തോന്നി. അവള് വീട്ടിൽ വന്ന് കുറേ സാധനങ്ങൾ തല്ലി പൊട്ടിച്ചു കളഞ്ഞു. അങ്ങനെ അവള് ടേബിളിൽ നോക്കുമ്പോൾ അവളുടെ അച്ഛൻ ആ ഒരു കോട്ട് ഈ കണ്ടുപിടുത്തം ശരിയാവുന്നില്ല, നീ ഇതെടുത്ത് ഗാർബേജിൽ ഇട്ടോ എന്നും പറഞ്ഞ് ഒരു കത്ത് എഴുതി വെച്ച് കാണുകയാണ്. അവൾ അതെടുത്ത് ഗാർബേജിൽ ഇട്ടതും പെട്ടെന്ന് അതിലൊരു റെഡ് ലൈറ്റ് വന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ കോട്ട് തനിയെ ഇൻവിസിബിൾ ആയി. അവൾക്ക് കാര്യം മനസ്സിലായി ഇത് വർക്കിംഗ് ആണെന്ന്. അങ്ങനെ ആ കോട്ട് എടുത്ത് ഒന്നുകൂടി ശരിയാക്കി അവൾ ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ജയിലിലെ ഫ്ലീയെ കാണുന്നുണ്ട്. ഈ പുള്ളിക്കാരനെ കൂട്ടുകാർക്ക് അറിയാലോ. അങ്ങനെ അയാൾ ജയിലിലാവുമ്പോൾ അയാളുടെ വീട്ടിലോട്ട് 2 പയ്യന്മാര് കയറി. ഇവന്മാരെ സാധാരണ അവർ തന്നെ വിളിക്കാറുള്ളത് ടെറർ ട്വിൻസ് എന്നാണ് കേട്ടോ. അവരുടെ പേര് അലൻ, ടോമി. അങ്ങനെ ആ വീടിനകത്ത് കയറിയിട്ട് ആൻബോയ്ക്കിട്ടൊരു പണി കൊടുക്കണം എന്നാണ് അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. ആ സ്ഥലത്തൂടെയൊക്കെ പരതി നടക്കുമ്പോൾ ഈ ഫ്ലീ ഉണ്ടാക്കി വെച്ച ഈ മ്യൂട്ടേഷൻ സംഭവിച്ച രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പ്രാണികൾ ഇവരുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ട്. അതിലെ ഒരു പാറ്റ ഇവരുടെ ദേഹത്ത് കടിക്കുകയാണ്. ആദ്യം ഇവർക്ക് വലിയ വിഷയമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് 2 പേർക്കും ഭയങ്കരമായിട്ടൊരു അസ്വസ്ഥത ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ ആ ഒരു ഇതിൽ തന്നെ പുറത്തോട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ പെല്ലും വെൽഹും കൂടെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ വീട്ടിലോട്ട് പോവാണ്. പോകുന്ന വഴിക്ക് ഐഡയെ കാണണം എന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ഈ 2 പയ്യന്മാര് അവിടെ നിന്നിട്ടുള്ള വണ്ടികളൊക്കെ തന്നെ ഇടിക്കുന്നതൊക്കെ ആയിട്ട് നമ്മുടെ പെൽ കണ്ടു. അവൻ പെട്ടെന്ന് തന്നെ ആൻബോയ് ആയി രൂപം മാറി ഇവന്മാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ നോക്കുമ്പോൾ അവർക്കാണെങ്കിൽ ഒടുക്കത്തെ പവറായിരുന്നു. കാരണം ഇവരെ കടിച്ചിട്ടുണ്ടായിരുന്നത് മ്യൂട്ടേഷൻ സംഭവിച്ച ഒരു പാറ്റയായിരുന്നു. കുറച്ചു നേരം ആൻബോയ് ആയി ഫൈറ്റ് ചെയ്ത് പിന്നീട് അവർക്ക് പെട്ടെന്ന് അവരുടെ പവർ പോവാണ്. അങ്ങനെ ഇവരെന്തായി ചെയ്യുന്നതെന്ന് ഓർത്തിട്ട് അവർ തന്നെ ആൻബോയുടെ അടുത്ത് നിന്ന് ഓടിപ്പോയി. അങ്ങനെ ഈ ഒരു ഫൈറ്റ് നടന്നത് മരിയ ഈ ഒരു കോട്ട് ധരിച്ച് വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അവളാണ് ഇൻവിസിബിൾ ഗേൾ, അവൾ ആർക്കും കാണാൻ സാധിക്കില്ല. മരിയയ്ക്ക് മനസ്സിലായി ആൻബോയ് ശരിക്കും പെല്ലാണ്. പിറ്റേ ദിവസം നമ്മുടെ പെൽ സ്കൂളിലോട്ട് വന്നു. എന്നിട്ട് ഐഡയുടെ അടുത്ത് പോയിട്ട് അവന്റെ ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടിയുള്ള ആ ഒരു ഇതിലാണ്. അങ്ങനെ ക്യാൻറ്റീനിൽ ഐഡ ക്രിസ്റ്റിനോട് സംസാരിക്കുമ്പോൾ നേരെ ഇവർ അവിടെ എത്തി. പെട്ടെന്നാണ് പെല്ലിന്റെ പാൻറ് അഴിഞ്ഞു പോയത്. അവൻ ആകെ നാണക്കേടായി. അങ്ങനെ ആ നാണക്കേടോടുകൂടി തന്നെ അവൻ വീട്ടിൽ വന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടൊക്കെ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് റൂമിൽ നിന്നിരുന്ന ഒരു കുഞ്ഞു ടെഡി ബെയർ അത് തൻ്റെ അടുത്തോട്ട് തിരിയാണ്. അതിനെന്തോ ജീവനുള്ളത് പോലൊക്കെ. അവന് മനസ്സിലാവുന്നില്ല ഇതൊക്കെ എന്തൊക്കെയാ തൻ്റെ ചുറ്റും നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കുറച്ചു നേരം ഇതൊക്കെ ഉണ്ടായി. അങ്ങനെ അവൻ നേരെ
നമ്മുടെ വില്ലത്തിന്റെ അടുത്തോട്ട് പോയി. എന്നിട്ട് അവനോട് ചോദിക്കുമ്പോൾ വില്ലൻ പറഞ്ഞു, നിന്റെ ആ ഒരു ക്ലിപ്പ് അതിപ്പോ ഇന്റർനെറ്റിൽ വൈറൽ ആയിരിക്കാണ്, എനിക്കൊരു ഡൗട്ട് ഉണ്ട്, നിന്റെ പിറകിലായിട്ട് ഒരു ചുവന്ന രീതിയിൽ ഒരു നിഴല് ഞാൻ കണ്ടു, ചിലപ്പോൾ ഇതുപോലെ പ്രേതമാണെങ്കിലോ? ഇനി പ്രേതമാണെങ്കിൽ തന്നെ അത് കണ്ടുപിടിക്കാൻ എൻ്റെ കയ്യിലൊരു തെർമോസ്റ്റാറ്റിക് മിറർ ഉണ്ട് എന്ന് പറയാണ്, ഒരു ഗ്ലാസ്. അപ്പോൾ ഇതിൽ മനുഷ്യന്മാരുടെ ശരീരത്തിൽ ചൂടുള്ളത് കൊണ്ട് ഒരു കളറും, പ്രേതങ്ങളാണെങ്കിൽ ചൂട് കുറവുള്ളത് കൊണ്ട് മറ്റൊരു കളറും കാണാൻ പറ്റും. അപ്പോൾ പ്രേതവും മറ്റോ ആണെങ്കിൽ നമുക്ക് നാളെ കണ്ടെത്താം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഗ്ലാസ് ഉപയോഗിക്കാൻ വേണ്ടി ഇവര് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ഐഡ പെല്ലിന്റെ അടുത്തോട്ട് വന്നു. എന്നിട്ട് ഇന്നലെ നിനക്ക് അങ്ങനെ ഉണ്ടായതിൽ നാണക്കേടായല്ലേ എന്നൊക്കെ ചോദിച്ച് അവനെ സമാധാനിപ്പിക്കുമ്പോൾ നമ്മുടെ വില്യം ഇത് ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ അടുത്ത് ഇവർക്ക് അറിയാത്ത രീതിയിൽ ഒരാൾ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലായി. പെട്ടെന്ന് പെല്ലിന്റെ കയ്യിലുണ്ടായിരുന്ന ചായ അവൻ ഐഡയുടെ ദേഹത്തോട്ട് ഒഴിക്കുകയാണ്. അത് അവൻ ചെയ്തതല്ല, അവന്റെ കൂടെ നിന്നിരുന്ന ആ ജീവി ചെയ്തതാണെന്ന് പറഞ്ഞ വില്യം ഈ ഒരു ഗ്ലാസ് മുഖത്തിട്ടിട്ട് ഈ ജീവിയെ പിടിക്കാൻ വേണ്ടി പെല്ലിനെ കൂട്ടിക്കൊണ്ടു പോവാണ്. ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ബിൽഡിങ്ങിലോട്ടാണ് ഇവർ ഓടിക്കയറുന്നത്. അവിടെ വെച്ച് അത് അദൃശ്യമായിട്ടുള്ള നമ്മുടെ മരിയാണ് കേട്ടോ. അപ്പോൾ അവള് നമ്മുടെ വില്ലത്തിനെ കാല് വെച്ച് വീഴ്ത്തി. അങ്ങനെ നമ്മുടെ വിൽഹം അവിടെ വീണ് കിടക്കുമ്പോൾ പെൽ ആൻബോയ് ആയി മാറിയിട്ട് മരിയയുടെ പിന്നാലെ, അതായത് ആ ഇൻവിസിബിൾ ഗേളിന്റെ പിന്നാലെ പോവാണ്. അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയപ്പോൾ അവിടെ ഇവളുടെ അച്ഛന്റെ പരീക്ഷണങ്ങളൊക്കെ കണ്ട നമ്മുടെ ആൻബോയ് തെറ്റിദ്ധരിക്കുകയാണ്, ഇയാളാണ് തന്നെ ഇപ്പോൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തോ ഒരു ഇൻവിസിബിൾ ആയ സ്യൂട്ടൊക്കെ തന്നെ ധരിച്ചിട്ടാണ് എന്നൊക്കെ കരുതിയിട്ട്. അങ്ങനെ അവൻ അവിടേക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇവളുടെ അച്ഛൻ പെട്ടെന്ന് അങ്ങോട്ട് കയറി വരുന്നത്. ആൻബോയ് അവിടെ ഒളിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് ഇയാളുടെ അടുത്തോട്ട് വന്ന് താൻ എന്തിനാണ് ഉപദ്രവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെ മറഞ്ഞിരുന്നിരുന്ന മരിയ എന്ന ഇൻവിസിബിൾ ഗേള് ഒരു ബുക്കിന്റെ ഷെൽഫ് ഇവന്റെ ദേഹത്തോട്ട് തട്ടിയിടാൻ നോക്കി. ഇയാളാണെങ്കിൽ പെട്ടെന്ന് അവനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്, ആ ഷെൽഫിനടിയിൽ പെട്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇയാളല്ല ഇത് ചെയ്തത്, മറ്റാരാണെന്നുള്ളത് ആൻബോയ്ക്ക് മനസ്സിലായി. എന്നിട്ട് ഇയാളെ പെട്ടെന്ന് ഒരു ആംബുലൻസ് ഒക്കെ വിളിപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. മരിയ ആവട്ടെ ഫ്ലീയെ കാണാൻ വേണ്ടി ജയിലിലോട്ട് പോയി. അങ്ങനെ ഈ ഫ്ലീ ആണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ അലൻ ടോമി അവരെ രണ്ടുപേരും ടെറർ ട്വിൻസ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ, അവർക്ക് പ്ലാന്റിന്റെ ജ്യൂസ് കുടിക്കാൻ കൊടുത്താൽ അവർ നല്ല പവർഫുൾ ആവും. അങ്ങനെയാണ് ഇയാളുടെ പരീക്ഷണത്തിൽ നിന്ന് അയാൾ ആ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആൻബോയ്ക്ക് പവർ കിട്ടണമെങ്കിൽ അവൻ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പഞ്ചസാര കഴിക്കണം എന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവനെ കൊണ്ട് കഴിപ്പിക്കാൻ പാടില്ല എന്നും പറയാണ്. വിൽഹം ഇപ്പൊ നമ്മുടെ പെല്ലിനോട് വിളിച്ചൊരു ബാങ്ക് റോബറി കേസിന്റെ കാര്യം പറയുമ്പോൾ പെൽ പറയുന്നുണ്ട്, ഞാൻ ഇടയെ കാണാനായിട്ട് പോവാണെന്ന്. പക്ഷെ ഇപ്പൊ അതിന് നടപ്പില്ല. എന്നാലും അവൻ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇടയുടെ കൂടെ ക്രിസ്ത്യൻ ഉണ്ടായിരുന്നു. അവൻ ആകെ സങ്കടമായി പോയി. സാരമില്ല പോട്ടെ, ഞാൻ പറഞ്ഞ പോലെ നീ ആ ബാങ്ക് റോബറി കേസ് നോക്കാൻ പോയാൽ മതിയായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ വില്ലൻ. ഇവിടെ ആ അലനും ടോമി ആവട്ടെ ആൻബോയിയെ എങ്ങനെയെങ്കിലും ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലൊക്കെ ആയിരുന്നു. അപ്പോഴാണ് അവരുടെ വീട്ടിലോട്ട് ഒരു ഭൂതം പോലൊരു സാധനം കടന്നു വരുന്നത്. അവരൊരു പ്രതിമ കണക്കാ കാണുന്നത്, ഒരു തുണിയൊക്കെ. ആ തുണി മാറ്റിയപ്പോൾ അതിനകത്ത് ആരുമില്ല. അപ്പൊ ഇവർ വിചാരിച്ചു ഉറപ്പായിട്ടും അത് പ്രേതാണെന്ന്. അന്നേരം അവിടെയുള്ള ഒരു പഴയ വീട്ടിലുള്ള ഒരു ഫോട്ടോ, ആ ഫോട്ടോ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഈ ഫോട്ടോയിലുള്ള പ്രേതമാണെന്ന് മരിയ ഇങ്ങനെ വരുത്തി തീർക്കുകയാണ്. എന്നിട്ട് ഇവരുടെ അടുത്തേക്ക് പ്ലാന്റ് ജ്യൂസ് കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് ആൻബോയെ തോൽപ്പിക്കണമെങ്കിൽ നിങ്ങളിത് കുടിച്ചാൽ മതി എന്നൊക്കെ പറയാണ്. അങ്ങനെ ആൻബോയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആ വൃത്തികെട്ട ജ്യൂസ് അവർ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്ക് അവർ മറ്റൊരു രൂപത്തിലേക്ക് തന്നെ മാറുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ പെൽ ഇതൊന്നും അറിയാതെ ഉറങ്ങുകയാണ്. അന്നേരം മരിയ അവിടെ വന്ന് അവന്റെ ഗ്ലൂക്കോസ് ഉള്ള ചോക്ലേറ്റ് മാറ്റിയിട്ട് ഷുഗർ ഫ്രീ ആയിട്ടുള്ള ചോക്ലേറ്റ് വെച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊന്നും നമ്മുടെ ആൻബോയ്ക്ക് അറിയത്തില്ല. അങ്ങനെ വീണ്ടും പെൽ ഉറക്കമുണർന്നതിന് ശേഷം ഐഡയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അവൻ ആ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ചോക്ലേറ്റ് കഴിച്ചതും അവൻ ബോധം കെട്ടു വീണു. അവനെ എടുത്തുകൊണ്ട് നമ്മുടെ മരിയ, അതായത് ഇൻവിസിബിൾ ഗേൾ, അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ഇന്നേരത്ത് നമ്മുടെ ക്രിസ്ത്യൻ ആവട്ടെ ഇവിടെ ഒരു പ്രൊജക്ട് പോലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഐഡയ്ക്ക് വില്യം വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ആൻബോയ് അതായത് പെല്ലിനെ ആരോ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്, അതുകൊണ്ട് അവനെ രക്ഷപ്പെടുത്താൻ നമ്മൾ പോകണം എന്ന് പറയാണ്. ക്രിസ്ത്യൻ അവളെ തടഞ്ഞു വെക്കാൻ നോക്കിയെങ്കിലും എൻ്റെ സുഹൃത്തിനെ രക്ഷപ്പെടുത്തണം എന്നും പറഞ്ഞ് ഐഡ വില്യത്തിന്റെ കൂടെ പോവാണ്. ഇപ്പൊ ആൻബോയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ വേണ്ടി മരിയ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പിള്ളേർ കണക്കായിട്ട് അവിടെ ചെന്ന് കയറി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ജയിലിൽ ഇരുന്നുകൊണ്ട് ഫ്ലീ കാണുന്നുണ്ടായിരുന്നു. ഫ്ലീക്ക് എങ്ങനെയെങ്കിലും ആൻബോയെ തകർക്കണം എന്നേ ഉള്ളൂ, കാരണം പുള്ളിയാണല്ലോ ഇതിലെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇന്നേരത്ത് ഈ പിള്ളേർ അകത്തോട്ട് വന്നപ്പോൾ പെല്ലിന് ബോധം വരുത്തിപ്പിച്ചപ്പോൾ നമ്മുടെ പെൽ പറഞ്ഞു, ഞാനിങ്ങനെ എൻ്റെ ശക്തിയൊക്കെ പോയെന്ന്. അപ്പോൾ നമ്മുടെ വില്ലം അവനെ നോക്കിയിട്ട് പറഞ്ഞു, നീ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ചോക്ലേറ്റ് കഴിച്ചതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ പവർ ഇല്ലാത്തതെന്ന് പറയാണ്. അതിനിടയ്ക്ക് നമ്മുടെ ഐഡയും മരിയെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പെട്ടെന്നായിരുന്നു അവിടേക്ക് രണ്ടുപേര് കടന്നു വന്നത്. മറ്റാരുമല്ല, നമ്മുടെ ടെറർ ട്വിൻസ് ആയിട്ടുള്ള അലനും ടോമിയും. അവർ വന്നിട്ട് അവരുടെ പവർ ഉപയോഗിച്ച് ആൻബോയ് ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് മരിയ ഇൻവിസിബിൾ ആയി വന്ന് വേറെയും ഇവിടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഐഡ മാത്രം ഒരിടത്ത് അവളെ പൂട്ടിയിട്ട രീതിയിലാണ്. ഇപ്പൊ വില്ലത്തിനെയും അതുപോലെ തന്നെ ആൻബോയെയും ഇവരിങ്ങനെ ഫൈറ്റ് ചെയ്ത് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ആൻബോയ്ക്കാണെങ്കിൽ ഷുഗർ ഒന്നും അകത്തില്ലാത്തത് കൊണ്ട് അവന് ഇവരെ തോൽപ്പിക്കാനായിട്ടുള്ള പവർ കിട്ടുന്നില്ല. അതിനിടയ്ക്ക് അവൻ എന്തോ ചെയ്തു, ഒന്ന് സ്മെൽ ചെയ്ത് നോക്കി ആരായി ഇൻവിസിബിൾ ആയി നിൽക്കുന്നതെന്ന്. മരിയയാണ്. അപ്പൊ മരിയോട് താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി അവൻ അവളോട് സോറി പറയാണ്. എന്നാ ഈ ടെറർ ട്വിൻസ് ആണ് ഇപ്പൊ ആകെ മൊത്തം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവര് വന്ന് നമ്മുടെ പെല്ലിനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ മരിയ ആവട്ടെ ഇവനോട് ചെയ്തത് തെറ്റാണെന്നൊക്കെ മനസ്സിലായി ബാത്റൂമിൽ വന്നിരുന്ന് കരയൊക്കെ ചെയ്യണം. അപ്പോൾ അവൾക്ക് എങ്ങനെയെങ്കിലും ഇവനോടൊരു പ്രായശ്ചിത്തം ചെയ്യണം. അപ്പോൾ അവളുടെ കയ്യിൽ അവന്റെ ഒറിജിനൽ ചോക്ലേറ്റ് ഇരിപ്പുണ്ട്. ഈ ടെറർ ട്വിൻസിനോട് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. അവർ വീണ്ടും ആ പ്ലാൻ ജ്യൂസ് കുടിച്ച് ഭയങ്കരമായിട്ട് ശക്തിമാന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവൻ എന്തോ ചെയ്തു, നമ്മുടെ മരിയ ആൻബോയെ പിടിച്ചു വെച്ചു. അതായത് അവളുടെ ഇൻവിസിബിൾ കോട്ടിന്റെ അകത്തോട്ട് മാറ്റി. അപ്പോൾ അവനെ ആരും കാണത്തില്ല. അങ്ങനെ ടെറർ ട്വിൻസ് അവനെ തിരയുന്ന സമയത്ത് ഈ ഒരു ചോക്ലേറ്റ് എടുത്ത് അവന് കൊടുത്തു. അപ്പോൾ ചോക്ലേറ്റ് കഴിച്ച് അവൻ്റെ ഉള്ളിൽ പഞ്ചസാരയുടെ അളവ് കൂടിയപ്പോൾ അവൻ പവർഫുള്ളായി. അങ്ങനെ ടെറർ ട്വിൻസിനെ അവൻ ഇടിക്കാൻ തുടങ്ങി. പിന്നെ നമ്മുടെ വിൽഹവും കൂടെ വന്നു, മരിയയും കൂടെ വന്നു. അങ്ങനെ ഇടിയോടിടി. അതിനെല്ലാം ശേഷം ഐഡയെ നോക്കുമ്പോൾ അവള് ബോധം കെട്ടി കിടക്കാണ്. കുറേ നേരം CPR ഒക്കെ കൊടുത്ത് നമ്മുടെ ഐഡയും കൂടെ ഇവര് വിളിച്ചുണർത്തുകയാണ്. ആൻബോയ് അതിനിടയ്ക്ക് നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ തന്നെ വിട്ടുപോകുമോ എന്നൊക്കെ പേടിച്ചിട്ട്. മരിയോട് നല്ല സുഹൃത്തുക്കളാവാമെന്നും ഇവർ പറഞ്ഞു. ഇപ്പൊ ടെറർ ട്വിൻസിനെ ഒരു പണിഷ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ജുനൽ ഹോമിലാക്കുന്ന പോലെയൊക്കെ ആക്കിയിരിക്കുകയാണ്. ഫ്ലീ ആവട്ടെ ജയിലിൽ ഇരുന്നു കൊണ്ട് അയാളുടെ മറ്റു ചില പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ആൻബോയ്ക്ക് എന്തെങ്കിലുമൊക്കെ മിഷൻ വരുന്നയൊക്കെ സമയത്ത് അവൻ മരിയെ കൂടെ വിളിക്കും. അവളുടെ ആ ഒരു ഇൻവിസിബിൾ പവർ നല്ല രീതിയിൽ ഉപയോഗിച്ച് ആൻബോയെ സഹായിക്കും. ആൻബോയും ഐഡയും അതിനിടയ്ക്ക് സെറ്റ് ആവുകയും ചെയ്തു. അപ്പൊ ഇങ്ങനത്തെ ഒരു സീനോട് കൂടിയിട്ടാണ് 2014 പുറത്തിറങ്ങിയ ആൻബോയ് റിവെഞ്ച് ഓഫ് ദ റെഡ് ഫ്യൂറി എന്ന മനോഹരമായ ഒരു അഡ്വഞ്ചറസ് മൂവി അവസാനിക്കുന്നത്. കൂട്ടുകാരെ, ആൻബോയ് മൂവീസ് കൂട്ടുകാർക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള മൂവീസ് ചെയ്യാട്ടോ. ഇത് സെക്കൻഡ് മൂവിയാണ്. ഫസ്റ്റ് മൂവി, തേർഡ് മൂവി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ്സ് ആയി പറഞ്ഞാൽ മതി. സോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യാട്ടോ. വീഡിയോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമന്റ്സ് ആയിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു സിനിമയായിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ബൈ.